നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. പ്രകൃതിയിൽ നിന്ന് ന്യായമായ ആവശ്യങ്ങൾക്കല്ലാതെ അധികമായി എടുക്കുന്നത് അധർമ്മമാണ്, അത് പാപവുമാണ്. ഒരിക്കൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ രാവിലെ നദിയിൽ നിന്ന് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തീരത്ത് നിന്ന് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം ചില അത്യാവശ്യ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അവിടെ എത്തിയിരുന്നു. സാമൂഹ്യ പ്രവർത്തകൻ അവരോട് സംസാരിക്കുന്നതിനിടെ പല്ലു തേക്കുന്നുണ്ടായിരുന്നു. വാ കഴുകാനായി പാത്രമെടുത്തപ്പോൾ അതിലെ വെള്ളം തീർന്നത് കണ്ട് അദ്ദേഹം പറഞ്ഞു, ഈശ്വര, ഞാൻ എന്ത് അശ്രദ്ധയാണ് കാണിച്ചത്. പല്ല് തേച്ച് കഴിയുന്നതിന് മുൻപ് തന്നെ വെള്ളവും തീർന്നു. അവിടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, അതിനെന്തിന് താങ്കൾ വിഷമിക്കണം? കയ്യെത്തും ദൂരത്തല്ലേ നദി ഒഴുകുന്നത്? അത് കേട്ട് സാമൂഹ്യ പ്രവർത്തകൻ പറഞ്ഞു, അതെ, നദി നിറഞ്ഞൊഴുകുകയാണ്. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ വെള്ളമെടുത്തല്ലോ, ഇനിയും അധികം എടുക്കാൻ എനിക്ക് അധികാരമില്ല. ഈ സാമൂഹ്യ പ്രവർത്തകൻ കാണിച്ച ധർമ്മബോധം സമൂഹത്തിൽ മറ്റുള്ളവരും വീണ്ടെടുത്താൽ പട്ടിണി മരണവും ദാരിദ്ര്യവും ഏറെ കുറയുമെന്നതിൽ സംശയമില്ല. നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായത് മാത്രമേ പ്രകൃതിയിൽ നിന്നും എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടായാൽ എല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും വസ്ത്രവും ലഭിക്കും. തുടർന്ന് നമ്മുടെ മനസ്സിന് അമൃതധാരയാകുന്ന ഗുരുവചനം കേൾക്കാം. ആധ്യാത്മികത ഉൾക്കൊണ്ടാൽ മാത്രമേ ജീവിതത്തിൽ പൂർണ്ണത കൈവരികയുള്ളൂ. ഇതിൻ്റെ അഭാവമാണ് ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ആമ്നായാം ബുദ്ധിമാദരേണ സുമന സംഘാ സമുദ്യന്മനോ മന്ധാനം ദൃഢഭക്തിരജ്ജുസഹിതം കൃത്വാ മഥിത്വാ തതഃ സോമം കൽപതരും സുപർവസുരഭിം ചിന്താമണിം ധീമതാം നിത്യാനന്ദസുധാം നിരന്തരരമാ സൗഭാഗ്യം ആതന്വതേ. ഇനി ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. സമുദ്രമഥനത്തിലൂടെ ലഭിച്ച വിശിഷ്ടങ്ങളായതെല്ലാം വേദമഥനം ചെയ്യുമ്പോഴും ലഭിക്കും. സമുദ്രമഥനത്തിൽ ലക്ഷ്മി ദേവിയാണെങ്കിൽ വേദമഥനത്തിൽ അത് ഐശ്വര്യമാണ്. സോമൻ എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തെയും പോഷിപ്പിക്കുന്ന ഭാവമാണ്. പലതിനെ ലഭിക്കുന്നു എന്നല്ല, വേദത്തിൻ്റെ താല്പര്യം ഏകമായ അദ്വൈത തത്വമാണ്. ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ 37-ാം ശ്ലോകം ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം.
ആദിശങ്കര കൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 37ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ വേദമഥനത്തിലൂടെ ഭഗവത് തത്വസാക്ഷാത്കാരത്തെ നേടുന്നതിനെ കീർത്തിക്കുന്ന ശ്ലോകമാണ്. അപ്പോൾ സാമാന്യമായി ദേവാസുരന്മാർ സമുദ്രമഥനം ചെയ്ത് അമൃതത്തെ നേടുന്നു. അവിടെ പർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി ദേവാസുരന്മാർ മഥനം ചെയ്തിട്ടാണ് അമൃതത്തെ നേടുന്നത്. എന്നാൽ അതിനോടനുബന്ധമായി അതിൽ നിന്ന് ലക്ഷ്മിയെ നേടിയിട്ടുണ്ട്, ചന്ദ്രനെ നേടിയിട്ടുണ്ട്, ചിന്താമണി എന്ന രത്നത്തെ നേടിയിട്ടുണ്ട്, കാമധേനുവെ നേടിയിട്ടുണ്ട്, കൽപ്പവൃക്ഷത്തെ നേടിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി വിഭൂതികളെ നേടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ വേദമാകുന്ന സമുദ്രത്തെ മഥനം ചെയ്ത്, അപ്പോൾ വേദത്തെ അവിടെ സമുദ്രമായിട്ട് കൽപ്പിക്കുകയാണ്. അതിനെ മഥനം ചെയ്ത് ഈ സൗഭാഗ്യങ്ങളൊക്കെ നേടുന്നു എന്ന് പറയുകയാണ്. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഈ സൗഭാഗ്യങ്ങളൊക്കെ ഭിന്നങ്ങളാണോ അല്ലയോ? മറുപടി അല്ല എന്നാണ്. കാരണം വേദത്തിൻ്റെ പരമ താത്പര്യം എന്നുള്ളത് ഏകമാണ്, അദ്വിതീയമാണ്. ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ വേദൈശ്ച സർവൈരഹമേവ വേദ്യ, വേദങ്ങളിലൂടെ മുഴുവനും അറിയപ്പെടേണ്ടത് ഞാൻ മാത്രമാണ്, എന്നെ മാത്രമാണ്. ഏകമായ പരമാത്മ തത്വത്തെയാണ് സകല വേദങ്ങളും കീർത്തിക്കുന്നത്. സർവേ വേദാ യത്പദമാമനന്തി എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങൾ ഇത് സ്പഷ്ടമാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേദമഥനം ചെയ്ത് ലഭിക്കുന്നത് പരമാത്മ സ്വരൂപത്തെയാണ്. ഹേ പരമേശ്വര, നിന്നെയാണ്. എങ്ങനെയെല്ലാമുള്ള നിന്നെ? അതാണ് പറയുന്നത്, നല്ല മനസ്സോടു കൂടിയവർ, സദ്വൃത്തിയോടു കൂടിയവർ, സജ്ജനങ്ങൾ ആദരപൂർവം വേദമാകുന്ന സമുദ്രത്തെ ഉയർത്തപ്പെട്ട മനസ്സിനെ മന്ഥാനമാക്കി, ഉയർത്തപ്പെട്ട മനസ്സെന്ന് പറഞ്ഞാൽ ഉയർന്ന ചിന്തകളോടുകൂടിയ മനസ്സിനെ കടകോലാക്കി ദൃഢഭക്തിയാകുന്ന കയറുകൊണ്ട് വലിച്ച് മഥനം ചെയ്യുന്നു. അതിലൂടെ എന്തൊക്കെ നേടുന്നു? സോമന നേടുന്നു. സോമൻ നീ തന്നെ. ഇപ്പം സാമാന്യമായി അമൃതകിരണനായ സോമൻ ഒന്ന് വേറെ തന്നെയാണ്. എന്നാൽ ഇവിടെ അമൃതകിരണനായ സോമനായി ഭഗവാനെ തന്നെ കൽപ്പിക്കുകയാണ്. കൽപ്പതരുവ നേടുന്നു. കൽപ്പതരു സ്വർഗീയമായ വൃക്ഷമാണ്, ഇച്ഛിച്ചതെല്ലാം നൽകുന്നതാണ്. സുപർവസുരഭീം, കാമധേനു, ഇച്ഛിച്ചതെല്ലാം നൽകുന്നതാണ്. ചിന്താമണിയോട് എന്ത് ചോദിച്ചാലും അത് ലഭിക്കും. ധീമതാം നിത്യാനന്ദ സുധാം, ബുദ്ധിമാന്മാരുടെ, വിചാരശീലന്മാരുടെ നിത്യാനന്ദ സുധാം, നിത്യാനന്ദമാകുന്ന അമൃതത്തെ. പിന്നെയോ നിരന്തര രമാസൗഭാഗ്യം, നിരന്തരമായ രമാസൗഭാഗ്യം, രമാലക്ഷ്മി ദേവി. ഇതെല്ലാം സമുദ്രമഥനത്തിൽ നിന്ന് ലഭിച്ചവയാണ്. ഇവിടെ വേദമാകുന്ന സമുദ്രത്തെ മഥനം ചെയ്യുമ്പോഴും ഇതെല്ലാം ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യഭാവം എന്നേ അർത്ഥമെടുക്കേണ്ടു. ഇവിടെ സോമൻ എന്ന് പറഞ്ഞാൽ അമൃതകിരണങ്ങളോടുകൂടി സകലത്തെയും പോഷിപ്പിക്കുന്ന എന്നർത്ഥം എടുക്കേണ്ടു. പുഷ്ണാമി ചൗഷധീ സർവാ സോമോ ഭൂത്വാ രസാത്മക, രസാത്മകനായ സോമനായിട്ട് ഞാൻ സകല ഔഷധികളെയും പോഷിപ്പിക്കുന്നു എന്ന് ഗീതാവാക്യം ഓർമ്മിക്കുക. അപ്പോൾ പോഷിപ്പിക്കുന്നവനായ, സർവ്വലോകത്തെയും പോഷിപ്പിക്കുന്ന അമൃതകിരണനും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഹേ പരമേശ്വര, വേഗതമാകുന്ന സമുദ്രത്തെ മഥനം ചെയ്ത് ലഭിക്കുന്ന അവിടുന്ന് ബുദ്ധിയുള്ളവരെ സംബന്ധിച്ച്, വിചാരശീലരെ സംബന്ധിച്ച്, സദ്ബുദ്ധിയുള്ളവരെ സംബന്ധിച്ച് സോമനാണ്, കൽപ്പവൃക്ഷമാണ്, സുരഭിയാണ്, ചിന്താമണിയാണ്, നിത്യാനന്ദസുധയാണ്, നിരന്തര രമാസൗഭാഗ്യമാണ്. ഇതെല്ലാമാണ് ഭഗവത് സ്വരൂപം. അല്ലാതെ പലതിനെ ലഭിക്കുന്നു എന്നർത്ഥം മനസ്സിലാക്കരുത്. എന്തുകൊണ്ട്?
എന്തുകൊണ്ടെന്നാൽ വേദത്തിൻ്റെ പരമ താത്പര്യം ഏകമായ അദ്വയമായ പരമാത്മതത്വം ഒന്നായതുകൊണ്ട്. അപ്പം ശ്രദ്ധയോടുകൂടി വേദത്തെ അനുസന്ധാനം ചെയ്താൽ, അതാണ് ഈ മഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ വേദ താത്പര്യത്തെ ഗ്രഹിച്ചാൽ അത് ഏകമായ അദ്വയമായ പരമേശ്വര തത്വമാണ്. അതിലെന്തെല്ലാം അന്തർഭവിച്ചു? സമുദ്രമഥനം ചെയ്ത സമയത്ത് എന്തെല്ലാം വിഭൂതികൾ പ്രാപ്തങ്ങളായോ ആ വിഭൂതികൾക്കൊക്കെ തുല്യമാണ്, അല്ലെങ്കിൽ അതിനുപരിയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അത്തരം വിഭൂതികളൊക്കെ അന്തർഭവിക്കുന്നതാണ് പരമാത്മസ്വരൂപത്തിൽ. ഇത് ശ്രദ്ധേയമാണ്. ഇങ്ങനെ ദേവസംഘം അമൃതത്തെയും അനുബന്ധങ്ങളായിരിക്കുന്ന വിഭൂതികളെയും നേടിയതുപോലെ സജ്ജനങ്ങൾ വേദ താത്പര്യത്തെ നിർണയിക്കാൻ മഥനം ചെയ്ത് ഈ വിഭൂതികളും അമൃതവും എല്ലാമായ ഭഗവത് സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നു. എന്താ അതിൻ്റെ മഹിമ? ചിന്തിക്കൂ. ആരാണ് വേദമഥനം ചെയ്യാൻ അധികാരി എന്നുള്ളത് പറഞ്ഞു. സുമനസ്സംഘമാണ്, സദ്ബുദ്ധിയുള്ള നല്ല മനസ്സോടു കൂടിയവരാണ്, സുമനസ്സുള്ളവരാണ്. അത് മാത്രമാണ് വേദമഥനം ചെയ്ത് അമൃതം നേടുന്നതിനുള്ള യോഗ്യത. അതിനുള്ള കടകോലോ ഉയർന്ന ചിന്തകളെ കൊണ്ട് ഉയർത്തപ്പെട്ട മനസ്സാണ്. നമ്മുടെ മനസ്സ് കേവലം വൈഷയികമായിരിക്കുന്ന മേഖലകളിൽ മാത്രം കാമക്രോധ ലോഭമോഹ അസൂയ ദമ്പാദി വൃത്തികളോടുകൂടി കറങ്ങുന്ന സമയത്ത് വേദ താത്പര്യം ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉയർത്തപ്പെട്ട മനസ്സ്, അതിൻ്റെ കടകോലോ ഭക്തിയാണ്. ഭക്തി കൊണ്ട് വിചാരം ചെയ്താൽ വേദ താത്പര്യം ഗ്രഹിക്കാൻ പറ്റൂ. അങ്ങനെ ഗ്രഹിക്കപ്പെടുന്നതോ അത് ഭഗവത് സ്വരൂപമാണ്. മറ്റ് വിഭൂതികളോ അതും അവിടുത്തെ സഹജഭാവങ്ങളാണ്. ഇത്രയും ആശയങ്ങളെ ഒതുക്കി ഭഗവത് സ്തുതിയും വേദസ്തുതിയും ചെയ്തിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത പ്രാവശ്യം തുടരാം. തുടർന്ന് വൈദിക ക്രിയകളെയും ക്ഷേത്രങ്ങളിലെ ആരാധനാക്രമങ്ങളെയും കുറിച്ചുള്ള ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക്. നമസ്കാരം. ക്ഷേത്രങ്ങൾ സാധനാകേന്ദ്രങ്ങൾ എന്ന ഈ സെഗ്മെൻറ്റിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് ക്ഷേത്രാചാരങ്ങൾ സംബന്ധിച്ച നിരവധിയായിട്ടുള്ള വിഷയങ്ങളാണ്. ക്ഷേത്രം എന്ന് പറയുന്ന ഒരു വാക്ക് ഗാത്രം അഥവാ ശരീരം എന്നൊരു അർത്ഥത്തിൽ നമ്മൾ സാമാന്യമായിട്ട് പ്രയോഗിക്കാറുണ്ട്. ഇദം ശരീരം കൗന്ദയ ക്ഷേത്രമിത്യഭിധീയതേ എന്നുള്ളത് പ്രശസ്തമായ ഗീതാവാക്യമാണ്. ഈ തത്വപ്രകാരം ക്ഷേത്രത്തെ ശരീരമായിട്ടാണ് അവിടെ ഉപമിച്ചിരിക്കുന്നത്. ദേവൻ്റെ, അതായത് ഒരു ക്ഷേത്രഘടന എന്ന് പറയുന്നത് ദേവശരീരം തന്നെയായി സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു തത്വം നമുക്ക് ഇവിടെ അന്തർലീനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ ഘടനാവിശേഷം സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ ഗോപുരം തൊട്ട് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ വരെയുള്ള ഘടന ഒരു ദേവൻ്റെ ശരീരമായി, അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന വിധത്തിലുള്ള ഒരു രൂപമായി, നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ശരീരരൂപത്തിലാണ് സങ്കല്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നുള്ള അധ്യായങ്ങളിൽ. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ അല്പം കൂടി വിഭിന്നമായിട്ടുള്ള ഒരു യോഗശാസ്ത്ര സംബന്ധിയായിട്ടുള്ള ഒരു കോസ്മിക് എനർജി അല്ലെങ്കിൽ കോസ്മിക് ബോഡി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെയാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് കല്ലും മണ്ണും മരങ്ങളും കൊണ്ട് നിർമ്മിച്ച കേവലം ഒരു കെട്ടിടങ്ങളല്ല എന്നും അതൊരു പവർ ഹൗസാണ്, അല്ലെങ്കിൽ ഒരു ഊർജ്ജ സ്രോതസ്സാണ്, ഊർജ്ജ കേന്ദ്രമാണ്, സംഭരണ കേന്ദ്രമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കോസ്മിക് ബോഡി അല്ലെങ്കിൽ ഒരു കോസ്മികമായിട്ടുള്ളൊരു ശരീരം ഈ ക്ഷേത്രത്തിന് വേറെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഭൗതിക തരത്തിൽ കാണുന്ന ഒരു എനർജി തലത്തിനപ്പുറത്തേക്ക് ഒരു കോസ്മിക് ആയിട്ടുള്ള എനർജി തലം കൂടി ഈ ക്ഷേത്രത്തിൽ അന്തർലീനമാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. 6 ആധാരചക്രങ്ങളെപ്പറ്റി യോഗശാസ്ത്ര സംബന്ധമായിട്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഈ 6 ആധാരചക്രങ്ങൾ അതിൻ്റെ ഏറ്റവും ഉപരിയായി മൂലാധാരം തൊട്ട് എല്ലാ 6 ചക്രങ്ങളിലൂടെ കടന്ന് അവസാനം
സഹസ്രാരപത്മത്തിൽ വിരാജിക്കുന്ന പരമാത്മസ്വരൂപത്തെയാണ് സാധാരണയായി നമ്മൾ ഈ യോഗശാസ്ത്ര സംബന്ധമായിട്ടുള്ളൊരു ശരീരഘടനയിൽ നമ്മൾ ചിന്തിക്കാറുള്ളത്. അതേ ഒരു തരത്തിലുള്ള ആധാര ചക്രങ്ങൾ, 6 ആധാരചക്രങ്ങളും അതിനൊക്കെ ഉപരിയായിട്ടുള്ള സഹസ്രാരപത്മത്തിൽ വിരാജിക്കുന്ന ഒരു സങ്കല്പം, ഒരു പരമാത്മ ചൈതന്യത്തിൻ്റെ സങ്കല്പം ഈ ക്ഷേത്രത്തിൻ്റെ ശരീരഘടനയെ സങ്കല്പിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാസ്തുഘടനയിൽ തന്നെ അന്തർലീനമായി സംയോജിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വാസ്തുഘടനാവിശേഷം തന്നെയാണ് ക്ഷേത്രത്തെ എല്ലാ അർത്ഥത്തിലും ഒരു ഊർജ പ്രവാഹ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ ഒരു ഊർജ സംഭരണ കേന്ദ്രമായിട്ട് നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ഭക്തൻ ഒരു ദേവൻ്റെ ശരീരത്തിനകത്തേക്ക്, ഒരു ദേവ ചൈതന്യത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഒരു തലം അവിടെ കൈവരുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായി ഈ ഊർജപ്രവാഹവുമായി ചേർന്നുകൊണ്ടുള്ള ഒരു കാന്തികമായിട്ടുള്ള ഒരു പാരസ്പര്യം അവിടെ അനുഭവിക്കുവാൻ സാധിക്കുന്നു. അതുതന്നെയാണ് ക്ഷേത്രദർശനം നമ്മൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു സങ്കേതമായിട്ട്, അത്തരം ഒരു എനർജി സോഴ്സായിട്ട്, ഒരു എനർജി സെൻ്ററായിട്ട് ക്ഷേത്രങ്ങൾ മാറുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്ര ചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതുമടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സമാനസ്യ സമുദ്ധിതോഗ്രതോ നൃസിംഹരൂപസ്തദലം ഭയാനകം പ്രധസ്തചാമീകരചണ്ഡലോചനം സ്ഫുരച്ഛടാകേസര ജൃംഭിതാനനം കരാളദംഷ്ട്രം കരവാളചഞ്ചലക്ഷുരാന്തജിഹ്വം ഭൂഗഡീമുഖോൽപണം. കൊല്ലം ജില്ലയുടെ വടക്കേ അതിർത്തിയായ ശൂരനാട് പഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ചവറയിലിറങ്ങി ശാസ്താംകോട്ട ഭരണിക്കാവ് വഴി ആനയടി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമായ നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. തന്റെ ദർശനഭാഗ്യമുള്ളവർക്ക് ക്ലേശങ്ങൾ അലട്ടുകയേയില്ല എന്ന സാക്ഷാൽ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹവാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ആനയടിയിൽ നരസിംഹമൂർത്തി അനുഗ്രഹവർഷം ചൊരിയുന്നു. ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്ന കേരളത്തിലെ ക്ഷേത്രത്തിൽ പ്രമുഖ സ്ഥാനമാണ് ആനയടി നരസിംഹ ക്ഷേത്രത്തിനുള്ളത്. നഗരത്തിലെ തിരുവോണം ആറാട്ടായി 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടത്തിവരാറുള്ളത്. ഉത്സവത്തിന് ആന എഴുന്നള്ളത്താണ് ആനയടി നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ആനകൾ ഗ്രാമപ്രദക്ഷിണവും നടത്തിവരാറുണ്ട്. ആനയടി നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പല രീതിയിൽ വിശ്വസിച്ചു പോരുന്നു. അകവൂർ മനവക ക്ഷേത്രമായിരുന്നു ഇത്. ഇപ്പോൾ കരക്കാരുടെ ക്ഷേത്രം. മുമ്പ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം പള്ളിക്കലാറിന്റെ തീരത്തുള്ള ആറാട്ടുചിറയിലായിരുന്നു. വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ആ ക്ഷേത്രത്തിലെ വിഗ്രഹം പുഴയിൽ ഒഴുകിപ്പോയി.
ഒരുപാട് കാലത്തിനു ശേഷം വിഗ്രഹം കണ്ടെത്തുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് വിശ്വാസം. തീർത്ഥാടനത്തിനായി ഇറങ്ങിത്തിരിച്ച ഒരു ബ്രാഹ്മണ കുടുംബത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഗൃഹസ്ഥാശ്രമ സ്വഭാവമുള്ള വിഗ്രഹമാണ് ആനയടി നരസിംഹസ്വാമി ക്ഷേത്രത്തിലേത്തതെന്ന് ഒരൈതിഹ്യം പറയുന്നു. തേവരുകാട്ടിൽ കിടന്നിരുന്ന വിഗ്രഹം ആരോ കണ്ടെടുക്കുകയും പിന്നീട് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നാണ് മറ്റൊരു വിശ്വാസം. ബ്രാഹ്മണർക്ക് കൂട്ട ഊരായ്മ ഉണ്ടായിരുന്ന ക്ഷേത്രം പിന്നീട് ചെട്ടിപ്പിള്ളമാരുടെ കൈവശത്തിലായിരുന്നു. ഇരുകൂട്ടരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ക്ഷേത്രത്തിന്റെ ചരിത്രരേഖകളടങ്ങിയ താളിയോല ഗ്രന്ഥം തിരുവൈരാണിക്കുളത്തിനടുത്തുള്ള അകവൂർ മനയുടെ മതിൽക്കകത്ത് വലിച്ചെറിയുകയായിരുന്നു എന്നും പറയപ്പെടുന്നു. അകവൂർ മനയിലേക്ക് പിന്നീട് ക്ഷേത്രത്തെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നും ഒരൈതിഹ്യമുണ്ട്. ശുദ്ധ സംഗീതത്തിന്റെ ഉപാസകരായ ഒട്ടനവധി സംഗീതജ്ഞന്മാർ ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് ക്ഷേത്രത്തിലെത്തി നരസിംഹമൂർത്തിക്ക് അവരുടെ സംഗീതോപാസന വഴിപാടായി നൽകുന്നു. അത്യപൂർവവും അതിഗംഭീരവുമായ നരസിംഹമൂർത്തി പ്രതിഷ്ഠയാൽ ചൈതന്യവത്തായ ക്ഷേത്രാങ്കണം സാംസ്കാരിക പൈതൃകം കൊണ്ടും ചരിത്രം കൊണ്ടും സമ്പന്നമാണ്. നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ മികവാർന്ന ദാരുശില്പങ്ങളും ശിലാസൂക്തങ്ങളും ക്ഷേത്രത്തിന്റെ പഴമയും പ്രൗഢിയും നിലനിർത്തുന്നു. ആനയടി നരസിംഹസ്വാമി ക്ഷേത്രത്തിനടുത്തായി ശ്രീകൃഷ്ണ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ കീഴിടമാണ് പുതിയിടം ശ്രീകൃഷ്ണ ക്ഷേത്രം. നരസിംഹസ്വാമിയുടെ ക്ഷിപ്രകോപത്തിന്റെ തീക്ഷ്ണത കുറയ്ക്കാനാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു.